ഈശോയുടെ സന്നിധി. അത് നമ്മുടെ സാമ്പത്തിക വിഷയമാണ്, ഫിനാൻസ്. പറയാണ്, കാൽക്കാബ് കാട്ടുള്ളിക്ക് 5 ഷെക്കൽ, ഒരു കഴുതയുടെ തലയ്ക്ക് 8 ഷെക്കൽ എന്ന് പറഞ്ഞാൽ 12 പവൻ. 12 പവൻ കൊടുത്താലേ ഒരു കഴുതത്തല, കഴുതയുടെ തല ആരും തിന്നാറില്ല, കഴുതത്തല കൊണ്ടുപോയി സൂപ്പിട്ട് കുടിക്കുക. ആടും മാടുമൊന്നുമില്ല, കഴുതത്തലയ്ക്ക് പോലും 12 പവൻ കൊടുക്കേണ്ട ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാണ് ഇതിന്റെ പശ്ചാത്തലം. ഇപ്പൊ രാജാവ്, ഈ സ്ത്രീകൾ ഇത് പറയുന്നത് കേട്ടിട്ട് വസ്ത്രം വലിച്ചു കയറി. ജ്ഞാനം, ഈ ജ്ഞാനം കിട്ടിയവന്റെ വലത്ത് കൈയിൽ എന്തുണ്ടെന്നറിയാമോ? ദീർഘായുസ്സുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷയം നമുക്ക് നിന്ന് ചർച്ച ചെയ്യാമെന്ന് കരുതുകയാണ് ഈശോയുടെ സന്നിധി. അത് നമ്മുടെ സാമ്പത്തിക വിഷയമാണ്, ഫിനാൻസ്. നമ്മൾ ഈ കാര്യം ബൈബിളിൽ, നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്, വളരെ മനോഹരമായി എങ്ങനെ പണമൊക്കെ ഉണ്ടാക്കാം, കൈകാര്യം ചെയ്യാം, അതൊക്കെ ശേഖരിക്കാം, അത് തലമുറയ്ക്ക് ഭാഗ്യമാക്കി മാറ്റാം, ഉപകാരപ്രദമാക്കാം, അനേകരെ സഹായിക്കാം എന്നെല്ലാം അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിന്റെ പ്രിൻസിപ്പിൾ എന്താണ്. ബൈബിളിന് ഒരു തത്വമുണ്ട്. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നത് ചില പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ്, ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വെറുതെ ഒന്നും നടക്കുകയില്ല അല്ലെ? ഭൂഗുരുത്വ ആകർഷണം, അതൊരു തത്വമാണ്. ആ തത്വം വെച്ചുകൊണ്ടാണ് റോക്കറ്റ് വരെ ചന്ദ്രയാനിലൊക്കെ ഉപഗ്രഹങ്ങളൊക്കെ എത്തുന്നത്. എല്ലാത്തിനും ഒരു തത്വമുണ്ട്, ഓരോ പോളിസികളുണ്ട്. അപ്പം ഇതുപോലെ ബൈബിൾ ധനത്തെക്കുറിച്ചും ഒരു പ്രിൻസിപ്പിള് അവതരിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കാണുന്ന പല ആളുകളും ദുരിതത്തിലാണ്. സാമ്പത്തികമായിട്ടുള്ള ദുരിതം, കഷ്ടപ്പാട്, കടം, ജപ്തി. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പം ധ്യാനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. ഒരു സിറ്റിയിലാണ് ഞാൻ, അവിടുത്തെ ബിഷപ്സ് ഹൗസിലാണ് താമസിക്കുന്നത്. ബിഷപ്പ് ഹൗസിനടുത്തുള്ള വലിയൊരു പള്ളിയിലാണ് ധ്യാനം. എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് നടക്കാനൊന്നിറങ്ങി. വൈകിട്ട് ഇങ്ങനെ 10-10:30 ആയി കാണും. ചുമ്മാ ഒന്ന് നടന്നിട്ടൊക്കെ ഒന്ന് വരാം, എപ്പോഴും ഈ പ്രസംഗം ഓട്ടമൊക്കെ അല്ലേ, ഒന്ന് ശാന്തമായിട്ട് ഇച്ചിരി കാറ്റൊക്കെ കൊള്ളാം എന്നൊക്കെ കരുതി ഇറങ്ങിയപ്പം ദേ ഓടിക്കത്തിച്ച് ദമ്പതികൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെയ്യരുത്, പരിഹാരമുണ്ട്. അങ്ങനെ ഞാൻ അവരോടൊപ്പം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ചെമ്മീൻ കൃഷിയാണ്, കയറ്റി അയച്ചു, 1 കോടി രൂപയാണ് നഷ്ടമായത്. കാരണം കയറ്റി അയച്ചപ്പോൾ ആ രാജ്യം അതെടുത്ത് കടലിൽ കളഞ്ഞു, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന റിപ്പോർട്ട് കൊടുത്തു. 1 കോടി നഷ്ടമായച്ച. അതുകൊണ്ട് ഈ കടമൊന്ന് മാറുമെന്ന് കരുതിയാണ് ഇതിനിറങ്ങിയത്. കടം വാങ്ങിച്ചതാണ്, ഞങ്ങൾക്കിനി നിലനിൽപ്പിൽ മരിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദുരിതം, മനസ്സമാധാനമില്ലാത്ത അവസ്ഥ, നാളത്തെ പുലരി എനിക്കില്ല, ഞാൻ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഞാൻ ദുരിതത്തിൽ ജീവിക്കാൻ, എനിക്ക് പൈസ എടുക്കാനില്ല, ഇങ്ങനെ ചില അവസ്ഥകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദാരിദ്ര്യം, ഇതിനെ എങ്ങനെയാണ് ബൈബിൾ കാണുന്നത്? ഇങ്ങനെയുള്ള പ്രതിസന്ധി എങ്ങനെയാണ് ബൈബിൾ കാണുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ആ സഹോദരൻ എന്നാ പറ്റി, ആത്മഹത്യ ചെയ്ത് വെച്ചാൽ? ഇല്ല, കർത്താവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ, കർത്താവ് അതിന് പരിഹാരം കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവർ എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ വളരെ ശക്തിപ്പെട്ട് അവർ പ്രിൻസിപ്പിൾസൊക്കെ ഒന്ന് മനസ്സിലാക്കി അവർ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ ലോകത്തിൽ ധാരാളം പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. ഞാൻ മുംബൈയിലായിരുന്നു. ഒരു 3 ദിവസം ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ, കൈ നീട്ടി നിൽക്കുന്നവർ, ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല, ഈ CCTV കൊണ്ടിരിക്കുകയാണ് ഈ പിള്ളേരെല്ലാം വന്ന് നമ്മളോട് ഈ പൈസ വാങ്ങി നമുക്ക് കൊടുത്താൽ തീരുകയല്ല. അതുപോലെ ആളുകളാണ്. ദാരിദ്ര്യത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും. നമുക്കറിയാം, ലോകത്തിലെ സമ്പത്ത് മുഴുവനും കൈയടക്കി വെച്ചിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ലോകത്തിലെ 11% ആൾക്കാരുടെ കയ്യിലാണ് ലോകത്തിലെ ഏറിയ പങ്കും സമ്പത്ത്. ബാക്കി 89% ആൾക്കാരുടെയും പണം 11% കയ്യിലാണ്. സ്വാഭാവികമായിട്ടും ഈ
89% ആൾക്കാരും ജീവിതത്തിൽ ദുരിതം അനുഭവിക്കും. ഈ ഇടത്തരക്കാരായ ആൾക്കാരാണ് അനുഭവിക്കാൻ പോകുന്നത് കൂടുതലും. പണമുള്ളവന് ഇഷ്ടം പോലുണ്ട്, ഒന്നുമില്ലാത്തവന് അങ്ങനെയും ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിൽ ഞെരുങ്ങുന്ന ആളുകൾ, നമ്മളെപ്പോലുള്ള പാവങ്ങൾ കുറേ പേരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അത്ര ഇല്ലെന്നാ തോന്നുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ബൈബിൾ ഇതിനെ കാണുന്നത്? ഒരു ചെറിയ പ്രിൻസിപ്പിൾ മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതുകയാണ്. പല ശുശ്രൂഷകരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛാ സാമ്പത്തിക മേഖലയിൽ വലിയ കഷ്ടപ്പാടാണ്, എങ്കിലും സാരമില്ല അച്ഛാ, കർത്താവ് തരുന്ന സഹനമായതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അങ്ങ് സ്വീകരിച്ചേക്കാമെന്ന് പറയാറുണ്ട്. ഇതൊരു സഹനമാച്ച. പ്രിയപ്പെട്ടവരെ, ഇത് സഹനം അല്ല. ആദ്യം മനസ്സിലാക്കണം. സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ക്ലേശം, നമ്മുടെ തലയിൽ വന്ന് കയറുന്ന ദാരിദ്ര്യം, അത് സഹനം അല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മുടെ തലമുറയെ ഒന്ന് വിശദീകരിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ പിന്നെ ചോദിച്ചേക്കാം സ്വാഭാവികമായിട്ടൊരു ചോദ്യം, വിശുദ്ധരോ? ദാരിദ്ര്യം പിടിച്ച് നടന്നവരില്ലേ വിശുദ്ധര്? വിശുദ്ധ അസീസി പുണ്യാനൊക്കെ, ഫ്രാൻസിസ് അസീസി പുണ്യാനൊക്കെ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിലെത്തിയ ആളാണ്. അത്രയും ദാരിദ്ര്യം പിടിച്ച ആളുകൾ വരെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ വിശുദ്ധരൊക്കെ ദരിദ്രരായതോ? ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? വിശുദ്ധരൊക്കെ ദാരിദ്ര്യത്തെ ബോധപൂർവം സ്വീകരിച്ചവരാണ്. ദാരിദ്ര്യം എന്നൊരു വ്രതം. എന്താ വ്രതം എന്ന് പറയുന്നേ? ഞാൻ അതിനു വേണ്ടി മരിക്കാനും തയ്യാറാണ്. ഇതാണ് വ്രതം. ഒരാൾ ഒരു വ്രതം എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി മരിക്കാനും തയ്യാറാണ്. അതാണ് വ്രതം. അതാണ് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വിശുദ്ധരൊക്കെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വ്രതം അത് സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുക്കും. വേറൊരു അവസരത്തിൽ അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അത് ബോധപൂർവം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി ദാരിദ്ര്യത്തെ വിളിക്കുന്നത് ദാരിദ്ര്യമേ എൻ്റെ മണവാട്ടി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ദാരിദ്ര്യത്തെയാണ്. അത് ബോധപൂർവ്വം. ഇവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഇവരൊക്കെ നിലയും വിലയുമുള്ള ആക്കം തൂക്കമുള്ള വീട്ടിൽ ജനിച്ചവരാ. ഇവരൊക്കെ പ്രഭുകുമാരന്മാരായിട്ട് ജീവിക്കേണ്ടവരാ. ഇവരൊക്കെ രാജകുമാരിമാരായിട്ട് ജീവിക്കേണ്ട വിശുദ്ധരൊക്കെ ഉണ്ട്. പക്ഷെ അവർ ബോധപൂർവം ദാരിദ്ര്യം ഏറ്റെടുക്കുന്നവരാ. എന്നാൽ നമ്മളോ ദാരിദ്ര്യം വന്ന് തലയിൽ കയറുക, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധരൊക്കെ ദാരിദ്ര്യത്തെ പുൽകുന്നതിന്റെ കാരണം അവരൊരു ധനം കണ്ടെത്തി. നിത്യതയിൽ സ്വർഗത്തിൽ ദൈവം എന്ന വലിയ ധനത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോ ഈ ലോകത്തിന്റെ പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തിയും ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ ബോധപൂർവം ചങ്കോട് ഏറ്റെടുക്കുന്നവരാണ് വിശുദ്ധര്. എന്നാൽ നമ്മളോ അതൊട്ട് കണ്ടെത്തിയുമില്ല, പിന്നെ ദാരിദ്ര്യം തലേ കയറുകയും ചെയ്യും. ഇത് ദുരിതമാണ്. ഈ ധനം കണ്ടെത്തിയിട്ട് ദാരിദ്ര്യം പുൽകുന്നതും, ഈ ധനമൊട്ട് കണ്ടെത്തിയിട്ടുമില്ല, ദൈവമാകുന്ന അക്ഷയധനത്തെ തിരിച്ചറിഞ്ഞിട്ടുമില്ല, പിന്നെയും ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിൽ അത് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ദാരിദ്ര്യം അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഈശോ മലയിലെ പ്രസംഗം ആദ്യമേ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യം പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? യേശു മലയിലെ പ്രസംഗത്തിൽ ആദ്യമേ പറഞ്ഞത് മത്തായി 5, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്നാണ് ഈ ആത്മാവിലെ ദാരിദ്ര്യം. ഈശോ എന്തുകൊണ്ടാണ് അത് പറയാൻ കാര്യം? അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു പൈസ ഇല്ലാത്തത് മാത്രമല്ല, കാശില്ലാത്തത് സാമ്പത്തിക ദാരിദ്ര്യം. പക്ഷെ ഈ ഈശോ പറഞ്ഞ ദാരിദ്ര്യം എന്ന് പറയുന്നത് സമ്പത്തില്ലാത്ത ദാരിദ്ര്യം മാത്രമല്ല. ഉദാഹരണത്തിന് സൗന്ദര്യമില്ല, വിരൂപമായിട്ടിരിക്കുകയാണ്, അംഗവൈകല്യമുണ്ട്. അത് ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ദാരിദ്ര്യമാണ്, ശാരീരിക ദാരിദ്ര്യമാണ്. ബുദ്ധി ഇല്ല, ബുദ്ധി ഉപയോഗിക്കാത്തതല്ല, ബുദ്ധി ഉണ്ടായിട്ട് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്, അതല്ല. ബുദ്ധിയില്ല, അതാണ് ഇന്റലക്ച്വൽ പോവർട്ടി, ബൗദ്ധിക ദാരിദ്ര്യം എന്ന് പറയാം. ചിലർക്ക് മനസ്സിന് ബലമില്ല,
പെട്ടെന്ന് മനസ്സിടിഞ്ഞു പോകും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് മുറിയടച്ചകത്തിരിക്കും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. മനസ്സിന് ബലമില്ല, പെട്ടെന്ന് ആക്ഷൻ. ഇത് മാനസിക ദാരിദ്ര്യം എന്ന് പറയും. ഹല്ലേലൂയ. ഇല്ല ഇവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സോഷ്യൽ പോവർട്ടി ഉണ്ട്, അഥവാ പൊളിറ്റിക്കൽ പോവർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വാധീനങ്ങളില്ല. കാര്യങ്ങളൊക്കെ നടത്തി കിട്ടാൻ വില്ലേജ് ഓഫീസും പഞ്ചായത്തും കയറി ഇറങ്ങി നടക്കുക. ഒറ്റ മനുഷ്യൻ സഹായിക്കാനില്ല, ബന്ധുബലമില്ല, ആൾബലമില്ല. ഇതാണ് പൊളിറ്റിക്കൽ പോവർട്ടി എന്ന് പറയുക. സ്വാധീന ശക്തികളില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വീണ്ടും നമ്മുടെ ആത്മീയ ദാരിദ്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സ് നുറുങ്ങി കഴിയുന്ന ആളുകൾ. അതാണ് സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ശ്രദ്ധിക്കണം, ആരാണ് ആത്മാവിൽ ദരിദ്രൻ? ഈശോ പറഞ്ഞത് ഈ പോവർട്ടികളെല്ലാം, ഈ ദാരിദ്ര്യങ്ങളെല്ലാം കൂടെ ഒരുത്തനിൽ വന്ന് വീഴുമ്പോൾ അവനെ വിളിക്കുന്ന പേരാണ് ആത്മാവിൽ ദരിദ്രൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന് കാശില്ല, അവന് ശാരീരിക ബലമില്ല, അവന് ബന്ധുബലമില്ല, അവന് ബുദ്ധിപരമായിട്ട് ബലമില്ല, അവന് സഹായിക്കാൻ ആരുമില്ല, അവൻ്റെ മനസ്സിന് ബലവുമില്ല. അവൻ ആത്മാവിൽ നുറുങ്ങിക്കഴിയുക, കരഞ്ഞു കഴിയുക. അവനെ വിളിച്ചിട്ട് പറയുകയാണ്, ദൈവം പറയാണ്, പേടിക്കണ്ട, നീ ഭാഗ്യവാനാ, കാരണം സ്വർഗം നിന്റെ അടുത്തിറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ പെട്ട് നശിക്കേണ്ടവനല്ല, മറിച്ച് നിനക്ക് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈശോ ആദ്യമേ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ഭാഗ്യമാണ് എന്ന് പറയാൻ കാര്യം. ഇനി അത് ആ ഭാഗ്യം എങ്ങനെ സ്വന്തമാക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ബൈബിളിന്റെ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് ബൈബിളിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു തത്വമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു അനുഗ്രഹമായി മാറുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് പണം ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വിശ്വസിച്ച് പറയണം, ദൈവത്തിന് പണം ഒരു വിഷയമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ഗ്രാമീണ ബാങ്കിൽ നിന്ന് കടമെടുത്താൽ നമുക്ക് തരുന്നതെന്ന് തോന്നും. അങ്ങനല്ല. ദൈവത്തിന് സമ്പത്ത് ഒരു വിഷയമല്ല. ബൈബിളിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന നിരവധി സംഭവങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കൂടെ പറയുന്ന കാര്യമാണ്. ചരിത്രം പറയാനല്ല, നമ്മുടെ ദൂതാണ്, നമ്മുടെ സന്ദേശമാണ്, നമുക്കുള്ള ഉപദേശമാണിത്. ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന, പഠിക്കാൻ വേണ്ടി മാത്രമല്ല. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ഞാൻ 2 ആഴ്ചയ്ക്ക് മുൻപാണെന്ന് തോന്നുന്നു സംഭവം പറഞ്ഞു. അമസ്യ എന്ന് പറയുന്ന ഒരു രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയി. യൂദാ രാജാവാണ് അമസ്യ. ഇസ്രായേലിനെതിരെ അസിറിയക്കെതിരെ യുദ്ധത്തിന് പോയി. അങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ ഈ അമസ്യ വിചാരിച്ചു, ശ്രദ്ധിച്ച് കേൾക്കണം, ഇവിടാണ് യൂദാ രാജ്യം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 25-ാം അധ്യായത്തിലാണ്. ഇവിടാണ് യൂദാ രാജ്യം, ഇവിടാണ് ഇസ്രായേൽ രാജ്യം, അവിടെയാണ് സിറിയ രാജ്യം. അപ്പൊ ഈ സിറിയക്കെതിരെ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. കാരണം സിറിയ ഈ യൂദായെ ആക്രമിക്കാൻ വരിക. ഈ അമസ്യ എന്ത് ചെയ്തെന്നറിയാമോ? പോകുന്ന വഴിക്ക് ഇവിടെയുള്ള ഒരു 3 ലക്ഷം പടയാളികളെ കൂലിക്കെടുത്തുകൊണ്ട് പോകാൻ, കൂലിപ്പട്ടാളത്തെ കൂടെ ഇസ്രായേലിൽ നിന്ന് കൂലിക്കെടുത്തു. ഉടനെ ഒരു ദൈവപുരുഷൻ വന്നിട്ട് പറഞ്ഞു, അമസ്യ, ഈ ദൈവത്തിൽ വിശ്വസിക്കാത്ത സങ്കരവർഗമായി തീർന്ന അവിശ്വാസികളായി വിജാതികരുമായിട്ട് ഇടകെട്ട് കഴിയുന്ന ഈ ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നീ ഈ പടയാളികളെ കൊണ്ടുപോകരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. നിന്റെ കയ്യിലുള്ള 2 ലക്ഷം പടയാളികൾ മതി, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാം, സിറിയക്കാരെ. ഉടനെ ഈ അമസ്യ ദൈവപുരുഷനോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അയ്യോ, 100 താലന്ത് വെള്ളി അഡ്വാൻസ് കൊടുത്തു പോയല്ലോ. ആർക്ക്? കൂലിപ്പട്ടാളത്തിന്. ഇവിടുത്തെ രാജാവിന് എത്ര താലന്ത്? 100 താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ 3500 കിലോ വെള്ളി കൊടുത്തു. 3500 കിലോ വെള്ളി കൊടുത്തു. ഉടനെ കർത്താവ് പറയാണ്,
പുരുഷൻ പറയാണ്, അമസ്യ 3500 വെള്ളിയല്ല, അതിൻ്റെ 4 ഇരട്ടി തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് അത് വിശ്വസിച്ചു. എൻ്റെ ദൈവം പണക്കാരനാണ്, ദൈവത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. പോയ പൈസ പോട്ടെ, അഡ്വാൻസ് പോയത് പോട്ടെന്ന്, അഡ്വാൻസ് 100 താലന്തല്ലേ കൊടുത്ത് പോട്ടെന്ന്. എൻ്റെ ദൈവത്തിന് അതിൽ കൂടുതൽ തരാൻ പറ്റും, കാരണം ദൈവത്തിന്റെ കയ്യിൽ പണത്തിന് പഞ്ഞമില്ല. ഇത് വിശ്വസിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്നറിയാം? വെറും 2 ലക്ഷം പടയാളികളെ കൊണ്ട് ഈ മനുഷ്യൻ പോയി സിറിയ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി ഇവിടുത്തെ മുഴുവൻ കൊള്ള മുതലും കൊണ്ട് യൂദയായിലെത്തി. അതാണ് 2 ദിനവൃത്താന്തങ്ങൾ 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. വീണ്ടും ഒരു സംഭവം കൂടെ ഞാൻ പറയാം. ഒരുപാട് സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ദൈവത്തിന്റെ കയ്യിൽ കാശിന് പഞ്ഞമില്ല എന്നാദ്യമേ വിശ്വസിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം. അവൻ മറുപടി പറഞ്ഞു, പൊയ്ക്കൊള്ളുവിൻ. അപ്പോൾ 2 രാജാക്കന്മാർ 6-ാം അധ്യായമാണോ? ആണല്ലേ. 7-ാം അധ്യായം എന്നാൽ വായിച്ചാലോ? 1 മുതൽ. എലീശ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? എലീശ പ്രതിവചിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതായത് ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഭയങ്കര ക്ഷാമം. ഇസ്രായേലിലും യൂദയായാലും സമരിയായാലും എല്ലാം ഭയങ്കര ക്ഷാമം. ക്ഷാമം എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ പറയുന്നത് മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്ന കാലമായി. രാജാവ് കൊട്ടാരവാതിലൂടെ നടക്കുമ്പോൾ 2 സ്ത്രീകൾ താഴെ കൊട്ടാരത്തിന് മുകളിൽ, കോട്ടയ്ക്കയുടെ മുകളിലൂടെ നടക്കുമ്പോൾ 2 സ്ത്രീകൾ താഴെ നിന്ന് കംപ്ലൈന്റ് പറയാ, രാജാവേ. രാജാവ് ചോദിച്ചു, എന്നാ പറ്റി? രാജാവേ, ഞങ്ങളുടെ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ഇന്നലെ ഇവളെന്നോട് പറഞ്ഞു, നീ നിന്റെ കുഞ്ഞിനെ ഇന്ന് പുഴുങ്ങ, വേവിച്ചു തിന്നാം, നാളെ എൻ്റെ കുഞ്ഞിനെ വേവിച്ചു തിന്നാം. കാരണം അത്ര ക്ഷാമം. മനുഷ്യനെ കൊന്നു തിന്നുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, 1/4 കാബ് കാട്ടുള്ളിക്ക് 5 ശെക്കൽ, ഒരു കഴുതയുടെ തലയ്ക്ക് 8 ശെക്കൽ എന്ന് പറഞ്ഞ 12 പവൻ. 12 പവൻ കൊടുത്താലേ ഒരു കഴുതയുടെ തല ആരും തിന്നാറില്ല, കഴുതത്തല കൊണ്ടുപോയി സൂപ്പിട്ട് കുടിക്കുക. ആടും മാടുമൊന്നുമില്ല, കഴുതത്തലയ്ക്ക് പോലും 12 പവൻ കൊടുക്കേണ്ട ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാണ് ഇതിന്റെ പശ്ചാത്തലം. ഇപ്പൊ രാജാവ്, ഈ സ്ത്രീകൾ ഇത് പറയുന്നത് കേട്ടിട്ട് വസ്ത്രം വലിച്ചു കയറി. ഇപ്പൊ സ്ത്രീകൾ നോക്കുമ്പോൾ രാജാവ് ഈ കൊട്ടാര സദൃശമായ വസ്ത്രത്തിന്റെ അടിയിൽ ചാക്ക് വസ്ത്രമൊക്കെ ഉടുത്തോണ്ട് നടക്കുക. അപ്പോൾ വേദനയോടെ എലീശാ പ്രവാചകൻ പറയുന്നൊരു കാര്യമാണ്, വിഷമിക്കണ്ട രാജാവേ, നാളെ ഈ നേരത്ത് നിന്റെ ഈ കവാടത്തിൽ ഒരളവ് നേരിയ മാവ്, എത്ര ഷെക്കലിന്? 1 ശെക്കലിന് കൊടുക്കും എന്ന് പറഞ്ഞ്, നേരിയ മാവെന്ന് പറഞ്ഞാൽ ഒരളവെന്ന് പറഞ്ഞാൽ 300 കിലോയാ. 300 കിലോ മാവ്, നേരിയ മാവ്, ബെസ്റ്റ് ക്വാളിറ്റി മാവ്. അത് വെറും 1 ശെക്കലിന്. ഇവിടെ കഴുതത്തലയ്ക്ക് 8 ശെക്കൽ കൊടുക്കേണ്ട അവസ്ഥയിൽ ക്വാളിറ്റി ഉള്ള മാവ് നാളെ ഇതേ നേരത്ത് നിന്റെ കൊട്ടാരത്തിന്റെ വാതുക്കൽ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയാ. ഉടനെ ഈ രാജാവിന്റെ സേനാനായകൻ പറഞ്ഞു, ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ?
ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് മുഴുവൻ ഇട്ടെന്നാലും ഇത് നടക്കും. ഇത് നടക്കാൻ പോകുന്നില്ല, അത്ര ദാരിദ്ര്യം. കാരണം ഈ രാജ്യത്തിനെതിരെ ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് ശത്രു സൈന്യം വളഞ്ഞിരിക്കുക. മാസങ്ങളായി ഇതിനകത്ത് പട്ടിണിയാ, ഈ ജനം ഇതിനകത്ത് അടച്ചുപൂട്ടി കഴിയുക. പ്രിയപ്പെട്ടവരെ, ഉടനെ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. നാളെ ഈ നേരത്ത് ഇത് സംഭവിക്കും, പക്ഷേ അത് തിന്നാൻ നീ ഉണ്ടായിരിക്കുകയല്ലെന്ന് നീ സംശയിച്ചു. അടുത്ത ദിവസം പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ശത്രു സൈന്യത്തിന്റെ പാളയത്തിൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ഈ ശത്രു സൈന്യം കരുതി ദാ കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന ഈ ജനം മുഴുവനും കൂടെ എരമ്പി ഇങ്ങോട്ട് വരികയാണ്, ഞങ്ങൾക്കെതിരെ വളരെ സൈന്യവുമായിട്ട് ഇവർ വരികയാണെന്ന് കരുതി ഇവർ പരസ്പരം പോരടിച്ച് ചത്തു. അടുത്ത ദിവസം കോട്ടയുടെ വാതിക്കലിരുന്ന ഇതൊന്നും ഈ ജനം അറിയുന്നില്ല. 2 കുഷ്ഠരോഗികള് ചെന്ന് നോക്കിയപ്പോ ഒറ്റ ശത്രു സൈന്യത്തെ കാണാനില്ല. ആ അവിടെ പാളയത്തിൽ മുഴുവനും സമൃദ്ധമായ കൊള്ളമുതലുകൾ, ധാന്യം, ഭക്ഷിക്കാൻ ഇഷ്ടം പോലെ. പ്രിയപ്പെട്ടവരെ, ഇവർ ഇന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ശത്രു സൈന്യമെല്ലാം ഓടിപ്പോയെന്ന് പറഞ്ഞു. രാജാവ് ചെന്ന് നോക്കിയപ്പോ ശത്രുക്കളെ കാണാനില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ജനത്തിന് അടുത്ത ദിവസം പറഞ്ഞതുപോലെ സമൃദ്ധമായ ഭക്ഷണം കൊടുത്തു. ഒറ്റ ദിവസം കൊണ്ട് ചരിത്രം കീഴ്മേൽ മറിയും. ഇന്നലത്തെ നിന്റെ അവസ്ഥയല്ല നാളെ നടക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ദൈവം ഉണ്ട്, അതുകൊണ്ട് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ ചരിത്രം മാറ്റാൻ, നിന്റെ ഗതി മാറ്റാൻ, നിന്റെ തലവര മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമാണുള്ളത്. ദൈവത്തിന് പണം ഒരു വിഷയമല്ല. ഇത് വിശ്വസിച്ചുകൊണ്ട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിൾ പല ആവർത്തി ഇതിന്റെ ഗതി തലവര മാറ്റാൻ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യമേ വിശ്വസിക്കേണ്ടത് ഇതാണ്: മനുഷ്യരാശിയുടെ മേൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ ദാരിദ്ര്യം, ഈ ദുരിതം, ഇത് മാറ്റാൻ വേണ്ടി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതി എന്നറിയാമോ? ആ പദ്ധതിയാണ് 2 കൊറിന്തോസ് 8-ാം അധ്യായം 9-ാം തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മളതൊന്ന് ഏറ്റുപറഞ്ഞ് വായിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. ഒന്നുകൂടെ പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അടുത്തത്, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ പ്രോജക്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് അറിയാം, ഞാൻ വ്യക്തമായി മനസ്സിലാക്കി തരാം. യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതാണ്, പ്രോജക്റ്റ് ഇതാണ്. അതായത് ദൈവം തന്റെ മകനെ അയച്ച് ഈ ഭൂമിയിൽ ദരിദ്രനായി അയച്ചത് എന്തിനാണെന്നറിയാമോ? അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ ആരാകണം? സമ്പന്നരാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മുറിവേറ്റത് നമുക്ക് സൗഖ്യമുണ്ടാകാനാണ്. അവൻ കുരിശ് വഹിച്ചത് നമ്മൾക്ക് മോചനം കിട്ടാനാണ്. അവൻ കുരിശിൽ മരിച്ചത് നമ്മൾക്ക് വിടുതൽ തരാനാണ്. ഇതാണ് യേശുക്രിസ്തുവിലുള്ള സമ്പന്നത. പ്രിയപ്പെട്ടവരെ, അവൻ നഗ്നനായി തൂക്കപ്പെട്ടത് എന്റെ ജഡികാസക്തി എന്നേക്കുമായി എനിക്ക് വിജയം വരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ തലയിൽ അടിയേറ്റത് പ്രിയപ്പെട്ടവരെ ഞാൻ എളിമയെന്ന പുണ്യത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. അവനേറ്റ സഹനങ്ങൾ പ്രിയപ്പെട്ടവരെ അത് എന്നെ സമ്പന്നനാക്കാനാണ്. പൈസ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, എല്ലാ തരത്തിലും തലങ്ങളിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ശാരീരിക ദാരിദ്ര്യം, സാമ്പത്തിക ദാരിദ്ര്യം, ഞാൻ സൂചിപ്പിച്ചു, സാമൂഹ്യ ദാരിദ്ര്യം, രാഷ്ട്രീയ ദാരിദ്ര്യം, ബുദ്ധിപരമായ ദാരിദ്ര്യം, രോഗാവസ്ഥകൾ, കടബാധ്യതകൾ, ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ ദൈവത്തിന്റെ പ്രോജക്റ്റ് എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനും നിങ്ങളും വിശ്വസിക്കണം, യേശുക്രിസ്തുവാണ്
പ്രിയപ്പെട്ടവരെ, നമ്മളെ സമ്പന്നനാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം വായിക്കണം. ഗലാത്യർ 3:13 ഇങ്ങനെ പറയും: യേശു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നമ്മളുടെ ശാപം ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? ഗലാത്യർ 3 അതിന്റെ 13-ാം തിരുവചനം. ഗലാത്യർ 3:13 തിരുവചനം. യേശു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ഏതിന്റെ ശാപത്തിൽ നിന്ന്? നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഗലാത്യർ കിട്ടിയോ? വായിച്ചോളൂ, ഉറക്കെ വായിക്കും മൈക്കിൽ കൂടെ. ഗലാത്യർ 3:13 ഇത് വായിക്കണം, ഇത് വായിച്ച് മനസ്സിലാക്കണം. യെസ്. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അതായത് പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു പകരം വയ്ക്കൽ, ഇതാണ് ഒരു എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ചിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിലുള്ള എല്ലാ ദുരിതങ്ങളും ദാരിദ്ര്യവും യേശു ക്രിസ്തു ഏറ്റെടുത്തു. ഇതുകൊണ്ടാണ് ഹി ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ഹി ഈസ് ദ ഓൺലി സേവിയർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലാണ് രക്ഷ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ, രോഗാവസ്ഥകൾ, തകർച്ചാവസ്ഥകൾ, പാപത്തിന്റെ എല്ലാ അവസ്ഥകളും അവന്റെ മുറിവിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ സമ്പന്നത. ഈ ജ്ഞാനമില്ലാതെ പോകുന്നതും ഇത് അവഗണിക്കുന്നതും ഇത് ഒഴിവാക്കി നടക്കുന്നതുമാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് ഒരു ദുരിതം വന്നാ, ഒരു ദാരിദ്ര്യം വന്നാ, ഒരു രോഗം വന്നാ, ഒരു കഷ്ടത വന്നാ പറയാൻ പറ്റണം, എനിക്കെന്റെ കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ എന്തായാലും ഇതെല്ലാം സഹിച്ചു. അവനൊരു പുരുഷായുസ്സിൽ സഹിക്കാവുന്നതെല്ലാം സഹിച്ചു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ദൈവം ഇറങ്ങി വന്ന് ഇതെല്ലാം സഹിച്ചു. ഇത് നമ്മൾ വിശ്വസിക്കുകയും നമുക്കുള്ള ദുരിതങ്ങൾ അവന്റെ മേൽ വെച്ചു കൊടുക്കാൻ ഒരു ജ്ഞാനമുണ്ടാവുകയും ചെയ്താൽ, ഈ എക്സ്ചേഞ്ച് അങ്ങ് സംഭവിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അവനെ പ്രതി നമ്മൾ സമ്പന്നരായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ ലോകത്തിൽ നടക്കുന്ന വിടുതലുകൾ, സൗഖ്യങ്ങൾ, അതാണ് അനുഗ്രഹങ്ങൾ. വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നേ, കടബാധ്യതകൾ മാറുന്നേ. അതുകൊണ്ടാണ് ആളുകൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുന്നത്. കാരണം അവരുടെ ഈ ദുരിതം അവന്റെ മേൽ വെച്ചു. ഇത് സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ വിഷയം. ഇതിനെക്കുറിച്ച് പദം പറഞ്ഞ് പേ പറഞ്ഞ് പഴിചാരി നടക്കുന്നതല്ല വിഷയം. ഇത് അവന്റെ മേൽ വെച്ചു കൊടുക്കാൻ ഒരു ജ്ഞാനം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം പറയും, ഈ ഒരു ജ്ഞാനം നമുക്ക്, ഇതൊരു വിസ്ഡമാണ്. ജ്ഞാനത്തിന്റെ സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ഈ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാം. ഇതൊരു ജ്ഞാനമാണ്. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 16-ാം വാക്യം. അവളുടെ വലതുകൈയിൽ ദീർഘായുസ്സും ഇടതുകൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. ജ്ഞാനമുള്ളവന്റെ വലത്ത് കൈയിൽ, ബൈബിൾ പറയാണ്, എന്തുണ്ടെന്നറിയാമോ? ഈ ജ്ഞാനം കിട്ടിയവന്റെ വലത്ത് കൈയിൽ എന്തുണ്ടെന്നറിയാമോ? ദീർഘായുസ്സുണ്ട്. ഇടത് കൈയിലോ? സമ്പത്തും ബഹുമതിയുമുണ്ട്. ബൈബിൾ വ്യക്തമായിട്ട് പറയാണ്, ഈ ജ്ഞാനം ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് ജ്ഞാനം വേണം. നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിടിഞ്ഞു പോകരുത് പ്രിയപ്പെട്ടവരെ. അത് യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അവന്റെ മുറിവിലേക്ക് വെച്ചു കൊടുക്കണം. അവനോട് ഈ കാര്യം പറയണം. അവനോട് ഈ കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അവൻ ഇത് ഏറ്റെടുത്താലുണ്ടല്ലോ, ഏറ്റെടുക്കും. അതിനാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. ഏറ്റെടുത്താൽ അവനെ പ്രതി ഞാൻ സമ്പന്നനായി മാറും. ഹല്ലേലൂയ. ഈ ജ്ഞാനമുണ്ടെങ്കിൽ സമൃദ്ധമാകും കാര്യം. ഈ ജ്ഞാനമുണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത. ഈ ജ്ഞാനമുണ്ടെങ്കിൽ നമ്മുടെ ഇടത് കൈയിൽ സമ്പത്തും ബഹുമതിയും, വലത് കൈയിൽ ദീർഘായുസ്സും ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ നമുക്ക് ഈ ആരാധനയിൽ നമ്മുടെ വിഷയങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് വെച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം
അത് ഭംഗിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഘടകങ്ങൾ ഒന്നിച്ചു കൂടണം. ഒരു കുടുംബം സമൃദ്ധമായിട്ട് ജീവിക്കണമെങ്കിൽ പൈസ മാത്രം ഉണ്ടായതുകൊണ്ട് എല്ലാ രീതിയിലും ആനന്ദവും സന്തോഷമൊന്നും അനുഭവിക്കാൻ പറ്റില്ല. അത് കൃത്യസമയത്ത് കൃത്യമായി നമ്മുടെ കൈകളിൽ വീട്ടിൽ നടക്കണം. ഓരോ കാര്യം കൃത്യസമയത്ത് കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി ഭംഗിയായിട്ട് അത് ക്രമീകരിക്കപ്പെട്ടതായിട്ട് നടക്കണം. ഇത് നടന്നില്ലെങ്കിൽ പൈസ ഉണ്ട് എന്നതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഈ ബഹുമതിയും ഈ ദീർഘായുസ്സും ഒന്നും ഉണ്ടാകത്തില്ല. കുറേ അസൂയകളൊക്കെ വാങ്ങിച്ചു കെട്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് സമൃദ്ധി എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഭാഷത്തിൽ ഒരു ഇൻറ്റഗ്രൽ പ്രോഗ്രാമാണ്. അതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഒരു വ്യക്തിയിൽ കിട്ടുക എന്നുള്ളതാണ്. അവൻ്റെ പേരാണ് ഭാഗ്യവാൻ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻ, അവർക്കാണ് സ്വർഗരാജ്യം. പ്രിയപ്പെട്ടവരെ, ഈ ദാരിദ്ര്യം നമ്മൾ മനസ്സിലാക്കണം. ധനം ഒരു തെറ്റാണെന്നൊക്കെ കരുതുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. ഈശോയ്ക്ക് 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, നല്ല കാശുകാരായിരുന്നു. ആരൊക്കെയാണെന്നറിയാമോ? നിക്കോദീമോസും അരിമത്യക്കാരൻ ജോസഫും. നിക്കോദീമോസ് എന്ന് പറഞ്ഞാൽ അവരുടെ സുപ്രീം കോർട്ടിലെ 72 ജഡ്ജിമാരിൽ ഒരാളാണ് നിക്കോദീമോസ്. കാശുള്ള ആളാണ്. ഈ നിക്കോദീമോസ് രാത്രിയിൽ ഈശോ എടുത്തു വന്നു. ഫ്രണ്ടായിരുന്നു ഈശോ. അരിമത്യക്കാരൻ ജോസഫ് സെൻഹെദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നു. കക്ഷിയും രഹസ്യമായിട്ട് ഈശോയുടെ അടുത്ത് രഹസ്യ ശിഷ്യനായിരുന്നു. ഇവർ രണ്ടുപേരാണ് ഈശോയുടെ ശരീരം കൊണ്ട് അടക്കിയത്. അപ്പൊ ഈശോയുടെ ശിഷ്യന്മാരിൽ കാശുള്ളവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൈസ ഇച്ചിരി കൂടുതൽ കിട്ടുന്നത് ഒരു ശാപമാണ്, ദോഷമാണ്, ഇത് പിശാചാണ്, അങ്ങനല്ല. പക്ഷേ പണക്കാരനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിലല്ല, ധനവാനായിട്ട് ജീവിക്കണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറെ പണക്കാരൻ, മണീഡ് മാൻ, കുറെ പണം കയ്യിലുണ്ട്. അവന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ആ പണക്കാരന്റെ ലാസറിന്റെയും ഉപമയിലൊക്കെ സംഭവിച്ചതുപോലെ പണക്കാരൻ മരിച്ചു, നേരെ പോയി. ആ അവസ്ഥയല്ല ഇത്. ധനവാൻ അതൊരു സമൃദ്ധമായ ഒരു ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. അല്ലാതെ എല്ലാം നമ്മൾ കീറിപ്പറിഞ്ഞ് വസ്ത്രമിട്ട് നമ്മളിങ്ങനെ കൂനിക്കൂടി നമ്മളിങ്ങനെ ജീവിക്കണം എന്നുള്ള അവസ്ഥയല്ല. ആരോടും മിണ്ടാതെ ഒതുങ്ങിക്കൂടി ചത്തതിനൊക്കെ ഇതല്ല ദാരിദ്ര്യം, ഇതല്ല ആത്മാവിൻ്റെ ദാരിദ്ര്യം. ഇതാണ് സമൃദ്ധമായി ഈശോ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിലൂടെയുള്ള ഒരു സമൃദ്ധി നേടിയെടുക്കും. അത് ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഈ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ: യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ദുരിതങ്ങളൊക്കെ പകരം വെക്കണം. അവിടുന്നാണ് നമ്മളെ ഈ ഭൂമിയിൽ അനുഗ്രഹമാക്കി മാറ്റുന്നത്. നമ്മൾ കരുതും എല്ലു മുറിയ പണിത പല്ലു മുറിയ തിന്നാവുന്നു. വെറുതെയാ. എല്ലു മുറിയ പണിതിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് ഇവിടെ വന്ന് പല്ലില്ലാതെ കഴിയുന്ന എത്ര പേരുണ്ട്? എല്ലു മുറിയ പണിത അത് ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ദൈവമാണ് പ്രിയപ്പെട്ടവരെ പണം തരുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ദുരിതം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, കഷ്ടപ്പാട് വന്നാൽ യേശു ക്രിസ്തുവിൽ ഈ വിഷയം സമർപ്പിക്കാൻ പഠിക്കണം. ഈ ജ്ഞാനം കിട്ടണം. അപ്പോൾ ഈ ജ്ഞാനമുള്ളവൻ്റെ വലതു കൈയിൽ ദീർഘായുസ്സും ഇടതു കൈയിൽ സമ്പത്തും ദൈവം തിരികെ വെച്ച് തരും. അതിനാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും സമൃദ്ധമായി ജീവിക്കുവാനും സാധിക്കണം. തിബേരിയോസിന്റെ കടൽ തീരത്ത് അവര് രാത്രി മുഴുവൻ വല വീശി, ഒരു മീനെ പോലും കിട്ടിയില്ല. ഈശോ എന്ന് പറഞ്ഞു, ദേ ആ വലതുവശത്ത് വലയിട്ടു, സമൃദ്ധമായി. എവിടുന്ന് വന്നു? ദൈവമാണെന്നേ തരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ലോകം തരുന്ന നുണകളൊന്നും തലയിൽ വെച്ച് കൊണ്ടു നടക്കരുത്. ദൈവത്തിൻ്റെ വചനങ്ങൾ. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ അറിഞ്ഞോ അറിയാതെയോ ദൈവവചനം അനുസരിക്കുന്ന 2 രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനമുള്ളവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയും. ഇന്ത്യയും ചൈനയും. എന്താ കാര്യം എന്നറിയാമോ? ഇവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ വചനം അനുസരിക്കുന്നു. ദൈവം പറഞ്ഞ ഒരു കാര്യം ഇവർ അനുസരിക്കുന്നുണ്ട്. 2 രാജ്യങ്ങളും, നമ്മൾ ചൈനക്കാർ. എന്താണെന്നറിയാമോ? നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവിൻ. പോപ്പുലേഷൻ്റെ കാര്യത്തിൽ, ജനസംഖ്യയുടെ കാര്യത്തിൽ വചനം അനുസരിക്കുന്നത് നമ്മളാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും വയസ്സൻ രാജ്യങ്ങളായി. യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും മക്കളില്ല. ഈ വചനം അനുസരിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ബൈയിങ് പവർ ഇന്ത്യക്കും ചൈനയ്ക്കുമായിരുന്നു. ഇത് ചൈനയുടെ കാര്യം അറിയത്തില്ല. ഇന്ത്യയാണിപ്പോൾ ടോപ്പ് മോസ്റ്റ്.
അതിനാൽ പ്രിയപ്പെട്ടവരെ, എവിടെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, ദൈവം പറഞ്ഞതിന് വില കൊടുക്കുന്നു, അവിടെയാണ് സമൃദ്ധിയും സമ്പത്തും അനുഗ്രഹവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാൽ ഈശോയെ, നമുക്ക് ഈ ആളുകളൊക്കെ പറയും, ഒരു കുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴി. ഒരു തലമുറ ഓക്കെ ആയിരുന്നു, അടുത്ത തലമുറ ദേ പോയി. ഇതൊക്കെ ലോകത്തിന്റെ ചിന്തകൾ, അങ്ങനൊന്നുമല്ല ദൈവത്തിന്റെ പദ്ധതി. ഒരു തലമുറയല്ല, 9 തലമുറയും ഉയർന്നു പോകണമെന്നുള്ളത് സ്വർഗത്തിന്റെ പദ്ധതിയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കാൻ മടുപ്പ് കൂടാതെ യേശു ക്രിസ്തു എന്ന രക്ഷകനിൽ ആശ്രയിക്കാൻ നമുക്ക് ആകണം. അതിനാണ് ഈ ആരാധനകളൊക്കെ ഒരുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരാഴ്ച വന്നു, 2 ആഴ്ച വന്നു, നമുക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ, എന്തിനാ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. അങ്ങനല്ല. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചാൽ അവിടെ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യം നോക്കിക്കൊള്ളും. 55-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടതാണ്. അതിനാൽ ദൈവത്തിന് ഈ ഭാരങ്ങളൊക്കെ ഈശോയിൽ വെച്ചു കൊടുക്കാനുള്ള അവസരമാണിത്. നമുക്ക് എഴുന്നേറ്റ് ഇന്ന് ഈ ആരാധനയിൽ അതിനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.